നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിയർ എക്സ് എന്ന ഈ ഒരു ഡ്രാമ ഓൺഗോയിങ് ആണ്. അതിന്റെ മുഴുവൻ എപ്പിസോഡ്സും റിലീസ് ആയിട്ടില്ല. റിലീസായ എപ്പിസോഡ്സിൽ മുക്കാലും നമ്മൾ ചെയ്തു തീർത്തു. ഇനി 1-2 എപ്പിസോഡ്സേ ഉള്ളൂ ചെയ്യാനായി. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള എപ്പിസോഡ്സ് റിലീസ് ആവാനായി കുറച്ച് ദിവസങ്ങൾ ഉള്ളത് കൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഇടാനായി നമ്മൾ മറ്റൊരു പുതിയ ഡ്രാമയും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു ഡ്രാമയും പുതുതായി തുടങ്ങുന്ന ഡ്രാമയും കൂടി ആയിരിക്കും നമ്മൾ പിന്നീട് ഈ ചാനലിൽ കാണുക. മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹിയോയുടെ ഫോണിലേക്ക് ഹിയോ ഉറങ്ങുന്ന സമയത്ത് ആരോ മെസ്സേജ് അയക്കുന്നുണ്ട്. അജിനോട് വലിയ കൂട്ടൊന്നും വേണ്ട, അവൾ വലിയ ഡേഞ്ചർ ആണെന്ന്. ആരാണ് ആ മെസ്സേജ് അയച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും അജിൻ കഴിഞ്ഞ ദിവസം ജുൻസിയോയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ തന്നെ ജുൻസിയോ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജുൻസിയോ വീട്ടിലില്ലാത്ത അറിയാതെ ആ ടീം അമ്മ എത്തുമ്പോഴേക്കും അമ്മയാണ് കോളിംഗ് ബെൽ അടിക്കുന്നതെന്ന് കണ്ടു തന്നെ അജിൻ ഡോറ് തുറന്നു കൊടുക്കുന്നു. അകത്തേക്ക് എത്തുന്ന അമ്മ അജിനെ കണ്ടപാടെ ഇവള് വീണ്ടും എന്റെ മകന്റെ ലൈഫ് നശിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണോ എന്ന് ആകെ ടെൻഷൻ ആവുമ്പോഴേക്കും അമ്മയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ അജിന്റെ സംസാരം. നിങ്ങൾ എന്റെ ജോലി സ്ഥലത്തെത്തി എന്നെ മോശക്കാരിയാക്കാൻ നോക്കിയെങ്കിൽ ഞാൻ ഇവിടെ കയറി നിരങ്ങും എന്ന രീതിക്കൊക്കെ അവൾ അങ്ങനെ സംസാരിക്കുമ്പോ അത് അവരെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരാകട്ടെ അവളെ ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടെത്തുന്ന ജുൻസിയോ അമ്മയെ പിടിച്ചു മാറ്റുകയും അമ്മയോട് ഷൗട്ട് ചെയ്യുകയും അജിനെ ഭയങ്കര കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിനക്കിപ്പോ മനസ്സിലായില്ലേ, ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക, ഞാൻ ഇപ്പോഴും നരകത്തിൽ തന്നെയാണെന്ന് എന്നിങ്ങനെ അവനോട് അവൾ പറയുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നൊക്കെ കേട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല, നീ വിചാരിച്ച എന്റെ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന രീതിക്കാണ് അവനെ ഇപ്പോഴും ഒരു കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യുക അല്ലെങ്കിൽ വശീകരിച്ച് വെക്കുക എന്ന രീതിക്ക് തന്നെയാണ് അവൾ എപ്പോഴും അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ പെരുമാറുന്നത്. അങ്ങനെ എന്തായാലും അതിലൊക്കെ വീഴുന്ന ജുൻസിയോ ഞാൻ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് അജിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അജിന്റെ കൂടെയുള്ള തന്റെ മകന്റെ ഈ പോക്കൊക്കെ കണ്ട് അവന്റെ അമ്മ ആകെ ദേഷ്യത്തിലാണ്. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ജോലിക്ക് പോകുന്ന അജിനെയാണ്. അജിന് അന്ന് ഹിയോയുമായി ഒരു റൊമാൻറ്റിക് സീനിന്റെ ഷൂട്ടിംഗ് ഉണ്ട്. ഷൂട്ടിങ്ങിന് ശേഷം എനിക്ക് നിന്നോടൊന്ന് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹിയോ അജിനോട് തനിയെ സംസാരിക്കുന്നു. തന്റെ കരിയർ എങ്ങനെയാണ് തുടങ്ങിയതെന്ന കാര്യങ്ങളാണ് ഹിയോ പറയുന്നത്. അതായത് നേരെ ആക്ടിംഗിലേക്ക് വരാതെ ഒരു മ്യൂസിക് ബാൻഡിന്റെ മെമ്പർ ആയിട്ടായിരുന്നു ഹിയോ അവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയം ഗ്രൂപ്പിൽ വളരെ പോപ്പുലർ ആയ ഒരു പയ്യനുണ്ടായിരുന്നു. ഒരു ദിവസം ഇവരുടെ പ്രോഗ്രാമിന് തൊട്ട് മുന്നേ ആ പയ്യന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തത് ഹിയോ ആണ്. അതും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു ഫുഡിനകത്ത് ആ പയ്യന് അലർജിയുള്ള കുറച്ച് നട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിച്ച് അന്ന് ഒരു പ്രോഗ്രാമില് പങ്കെടുക്കാൻ ആ പയ്യന് സാധിച്ചിരുന്നില്ല. അങ്ങനെ അന്ന് ആ ഒരു പ്രോഗ്രാമില് ഹിയോയ്ക്കാണ് മുൻതൂക്കം ലഭിച്ചത്, മെയിൻ ആയിട്ടുണ്ടായിരുന്ന ആ പയ്യന്റെ അഭാവത്തിൽ. അങ്ങനെ അതിനുശേഷം ആ പയ്യന്റെ കരിയർ അപ്പാടെ തകരുകയും അവന് ആ ഒരു എന്റർടൈൻമെന്റ് രംഗത്ത് പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോവുകയും എന്നാൽ അന്നത്തെ ആ ഒരൊറ്റ പ്രോഗ്രാമിന് ശേഷം ഹിയോ വെച്ചടി കയറുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി ആ പയ്യൻ ആ നട്ട്സ് കഴിച്ചാൽ അലർജി വരും എന്ന് അറിഞ്ഞിട്ട് തന്നെ ഹിയോൺ മനഃപൂർവ്വം അത് കൊണ്ടു കൊടുത്തതാണ്. എന്തായാലും ആ ഒരു സംഭവം രണ്ടുപേരുടെ ലൈഫ് രണ്ട് രീതിയിൽ മാറ്റിക്കളഞ്ഞു. ഹിയോയ്ക്ക് അത് ഗുണമാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ പയ്യൻ അത് ലൈഫ് ഭയങ്കര മോശമായ രീതിയിലാണല്ലോ മാറിയത്. പക്ഷെ അതിനുശേഷം ഇപ്പോഴും ഹിയോയെ TV കാണുമ്പോഴോ ഹിയോയുടെ എന്തെങ്കിലും ഗുഡ് ന്യൂസുകൾ അറിയുമ്പോഴോ ഒക്കെ ആ പയ്യൻ ഹിയോയെ ഓർത്തുകൊണ്ട് ഹിയോയെ വിഷ് ചെയ്തുകൊണ്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ മെസ്സേജുകൾ അയക്കാറും ഒക്കെ ഉണ്ട്, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ്. അതൊക്കെ കാണുമ്പോൾ എപ്പോഴും തനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നാറുണ്ട്. അവന്റെ ലൈഫ് കുളമാക്കിയത് താനാണെന്ന് അറിഞ്ഞിട്ടും അവൻ തന്നോട് ക്ഷമിച്ച് ഈ മെസ്സേജ് അയക്കുന്നതിനെ പറ്റി ഓർത്ത് സത്യത്തിൽ താൻ ഭയങ്കര കുറ്റബോധത്തിലാണുള്ളതെന്നെല്ലാം പറയുന്ന ഹിയോ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രോഗ്രാമിനിടയിൽ പ്ലേ ആയ വീഡിയോ ഉണ്ടല്ലോ, അജിൻ ലെനയുടെ കയ്യിൽ നിന്ന് അടിയേറ്റ് വാങ്ങുന്ന ആ ഒരു വീഡിയോ, ആ വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല അജിന് ടോപ്പിലേക്ക് എത്താൻ. അങ്ങനെ ഒരു വീഡിയോയുടെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ ലെനയേക്കാൾ മികച്ച ഒരു നിലയിലേക്ക് എത്താനായി അജിന് സാധിക്കും. അങ്ങനെ എത്തുന്ന വിജയമേ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലെപ്പോഴും ഒരു കുറ്റബോധത്തിന്റെ ആവശ്യം വേണ്ടി വരും. ആ ഒരു ഭാരം ചുമന്ന് ജീവിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നെല്ലാം അവിടെ ഹിയോ അജിനോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹിയോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആക്ച്വലി അജിൻ ഒരു അയ്യോഭാവം കണക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് എന്നാൽ നൈസായിട്ട് ലെനയെ പ്രൊവോക്ക് ചെയ്ത് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതാണ്. മനഃപൂർവ്വം ലെനയെ മോശക്കാരിയാക്കാൻ തന്നെയുള്ള അജിന്റെ ഒരു ശ്രമമായിരുന്നു അതെന്ന്. എന്തായാലും അജിൻ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ ഒരു ഒറ്റ ഇരിപ്പായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അജിനോട് പ്രശ്നമുള്ള ആ പോലീസുകാരനില്ലേ, ആൾ അജിനെ ഫോൺ ചെയ്ത് ഒരു അഡ്രസ്സിലേക്ക് വരാനായി പറയുന്നു. അജിൻ വന്നില്ലെങ്കിൽ അവൾ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുമ്പോൾ അജിൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതൊരു VIP റൂമാണ് ക്ലബിൽ, അതായത് 18+ പരിപാടികളൊക്കെ നടക്കുന്ന ഒരിടം. ആ ഒരു കാഴ്ച കണ്ട് അജിൻ നിൽക്കുമ്പോഴേക്കും അയാൾ വിളിക്കുമ്പോൾ താൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് വരുത്തിയെന്ന് അജിൻ ചോദിക്കുന്ന ടീം നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും, ഇതുപോലെ നിന്നെ ഞാൻ ആക്കിയെടുക്കും, നീ നോക്കിക്കൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അയാൾ ചെയ്യുന്നത്. അജിൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അജിനെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് ഹിയോ വന്നിരുന്നു. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഫോളോ ചെയ്തതാണ്. പക്ഷെ അവൾ ഇതുപോലെ ഒരു ഇടത്ത് വന്നത് അവനെ സംബന്ധിച്ച് ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് തടഞ്ഞു നിർത്തി നീ എന്ത് ഇവിടെ വന്നതെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് ഞാൻ പോയതല്ല, പോകേണ്ട ഒരു സാഹചര്യം വന്നു, ഒരാൾ വിളിച്ചപ്പോൾ എനിക്ക് പോകേണ്ടി വന്നതാണെന്നെല്ലാം അജിൻ പറയുന്ന ടീം അങ്ങനെ ആരെങ്കിലും വിളിച്ചാ നീ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് എത്തുവോ, അപ്പോ വിളിച്ച ആള് നിസ്സാരക്കാരായിരിക്കില്ലല്ലോ എന്നെല്ലാം ഹിയോ പറയുന്നുണ്ടെങ്കിലും കൂടുതലൊന്നും അജിൻ ആ ഒരു വിളിച്ച ആളെ പറ്റിയോ അല്ലെങ്കിൽ അവളിപ്പോ കടന്നു പോകുന്ന പ്രശ്നത്തെ പറ്റിയോ പറയില്ല എന്ന് മനസ്സിലാക്കുന്ന ഹിയോ കൂടുതലൊന്നും ചോദിക്കാതെ അവളോട് കുറച്ച് ദേഷ്യത്തിൽ തന്നെ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരിക്കലും സെലിബ്രിറ്റീസ് ഒന്നും തന്നെ പോകാത്ത ഒരിടമായിരിക്കും അത്. കാരണം അവിടെ പോയിന്ന്
പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാണവും മാനവും കരിയറും ജീവിതവും എല്ലാം തൊലയുന്ന ഒരു 18+ സ്ഥലം. അതങ്ങനെ ഇപ്പൊ അതിനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അജിൻ ആകെപ്പാടെ ഇപ്പൊ ഹിയോയുടെ മുന്നിൽ വല്ലാണ്ടായിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിമ്മിനാണ്. കിം ജയിലിൽ നിന്ന് റിലീസായ ശേഷം ഒരു ഡെലിവറി ബോയ് ആയി ജോലിക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ഇപ്പൊ കിം ആകട്ടെ പുതിയൊരാളുടെ കീഴിൽ ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഡെലിവറി ബോയ് എന്ന ഒരു ജോലിയേക്കാൾ ഈ ഒരു ജോലി ഒരു പക്ഷേ അജിന്റെ അടുത്തേക്ക് തന്നെ കൂടുതൽ എത്തിക്കുമെന്ന് അജിന്റെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടുള്ള ഒരു കാര്യം കൊണ്ടാകാം. എന്തായാലും അവനിപ്പോ എത്തി നിൽക്കുന്നത് രഹസ്യമായി ആളുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുന്ന ഒരാളുടെ അടുത്താണ്. അയാളുടെ അടുത്ത് ജോലിക്ക് എത്തിയ കിമ്മിനെ അയാൾ ആദ്യം തന്നെ ആ പോലീസുകാരന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ടാണ് ഏർപ്പാടാക്കുന്നത്. ഒരുപക്ഷെ ഇയാളെ ആയിരിക്കാം ലെന ആരാണ് അജിനോട് സംസാരിച്ച അജിനെ ഭീഷണിപ്പെടുത്തിയ അജിൻ പേടിക്കുന്ന ആ ഒരു പോലീസുകാരനെന്ന് കണ്ടുപിടിക്കാനായി ഏർപ്പാടാക്കിയത്. എന്തായാലും അങ്ങനെ ഇയാളെ ഏൽപ്പിച്ച ആ ഒരു ജോലി പ്രകാരം ആ പോലീസുകാരന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അയാളുടെ ഫോണിലെ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ നോക്കുകയും ചെയ്യുന്ന കിമ്മിന് ആ പോലീസുകാരൻ അജിന്റെ പിറകിനാണ്. അജിനെ പറ്റി അയാൾ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നത് അജിൻ അവളുടെ അച്ഛന്റെ മരണത്തിലുള്ള പങ്കിനെ പറ്റിയാണെന്നൊക്കെ മനസ്സിലാവുമ്പോൾ ഭയങ്കരമായ ഒരു ഷോക്ക് ആവുന്നുണ്ട്. അവൻ വേഗം തന്നെ കാര്യങ്ങളെ പറ്റി അറിയാനായി ജുൻസിയോയെ കോൺടാക്ട് ചെയ്യുന്നു. അജിൻ അച്ഛനെ കൊന്നൊന്നും കൃത്യമായി കിമ്മിന് അറിയില്ല, കാരണം അവൻ ജയിലിൽ കിടന്ന സമയത്താണല്ലോ ആ സംഭവങ്ങൾ ഉണ്ടായത്. ജുൻസിയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ജുൻസിയോയ്ക്ക് സത്യങ്ങൾ അറിയാലോ അജിനാണ് അച്ഛനെ കൊന്നതെന്ന്. പക്ഷെ അത് ജുൻസിയോ ഇവിടെ തുറന്നു പറയുന്നില്ല. അജിൻ അവളുടെ അച്ഛനെ ഒന്നും കൊന്നിട്ടില്ല, അത് വേറൊരാൾ കൊന്നതാ. പക്ഷെ ആ ഒരു പോലീസുകാരൻ അവളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് അവളെ ഇതിൽ കൊടുക്കാനേ നോക്കുക. നീയും ഞാനും ഒന്നിച്ച് നിന്നാല് അജിനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം. അവളിപ്പോ നല്ലൊരു രീതിക്ക് ജീവിക്കാനായി തുടങ്ങുകയാണ്. ആ സമയത്ത് അവൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്ന അജിന്റെ വശീകരണത്തിൽ പെട്ടിരിക്കുന്ന ഈ രണ്ട് പയ്യന്മാർ, അതായത് കിമ്മും ജുൻസിയോയും കൂടി ചേർന്ന് അജിനെ ഈ പോലീസുകാരൻ കാരണം അവൾക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ജുൻസിയോയുടെ വീട്ടിൽ വെച്ച് അജിനും ജുൻസിയോയും കിമ്മും കണ്ടുമുട്ടുന്നു. വർഷങ്ങൾക്ക് ശേഷമാണല്ലോ കിമ്മും അജിനും ഇപ്പൊ നേർക്ക് നേരെ കണ്ടുമുട്ടുന്നത്. അന്ന് ഡെലിവറി ബോയ് ആയി കിമ്മ് തന്നെ കണ്ടൊന്നും അജിൻ അങ്ങനെ അറിയില്ല. എന്തായാലും അന്ന് അവർ അവിടെ ഹാപ്പിയായി സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ കൂടാവുന്നതൊക്കെ അജിൻ പറയുമ്പോൾ നല്ലൊരു ട്രീറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞ് നല്ല എക്സ്പെൻസീവ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കിം പറയുമ്പോൾ അതൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുക്കാനായി അവൾ റെഡിയാണ്. അങ്ങനെ ഇവർ പണ്ട് ബോസും അവളുടെ സ്റ്റാഫും ആണല്ലോ. അതായത് അജിൻ കിമ്മിനെ കൊണ്ട് ആ പലിശയുടെ പരിപാടികളൊക്കെ സ്കൂളിൽ ചെയ്യിപ്പിച്ചോണ്ടിരുന്നപ്പോൾ അവളുടെ നമ്പർ ബോസ് എന്ന് പറഞ്ഞായിരുന്നല്ലോ കിം സേവ് ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ കുറെ അവർ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജുൻസിയോ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അജിൻ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു പോയ ശേഷം ജുൻസിയോയ്ക്ക് അജിനോട് താല്പര്യം ഉണ്ടെന്ന് അറിയാവുന്ന കിം നീ എന്തിനാ വീണ്ടും എന്നെ അവളെ കാണിച്ചത്, നിനക്കതിൽ അസൂയൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്കൂളിൽ വെച്ച് അജിന്റെ കാര്യത്തിൽ ഇവർ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മറന്ന് ജുൻസിയോ തന്നെ എന്തുകൊണ്ട് അജിന്റെ അടുത്തേക്ക് എത്തിച്ചു എന്നതിനെ പറ്റി കിം ചോദിക്കുമ്പോൾ അവൾക്കിപ്പോ വേണ്ടത് ഇതാണ്. നിന്നെ പോലെ ഒരാളിപ്പോ അവളുടെ കാര്യങ്ങളിൽ ഇടപെട്ടാല് അവൾക്ക് അതൊരു ബെറ്റർ ലൈഫ് നൽകുമെങ്കിൽ എനിക്കതാണ് വേണ്ടതെന്ന് ജുൻസിയോ പറയുന്നുണ്ട്. അതായത് താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്റെ കൂടെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ തനിക്ക് അയാളെ സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും അയാൾ ഏറ്റവും സന്തോഷത്തിലിരിക്കുന്നതും അയാളുടെ ലൈഫ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും തന്റെ ഹാപ്പിനെസ് ആണെന്ന് ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ജുൻസിയോ. അതുകൊണ്ട് തന്നെ അവനെ പറ്റി ഒട്ടും ബോധറാവാതെ അവൻ എന്താണ് വേണ്ടത്, അവന്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്നതിനൊക്കെ മാറ്റിവെച്ച് അജിനെ അവൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾക്കാണ് അവൻ പ്രയോറിറ്റി നൽകുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും അജിന് ഇപ്പൊ വേണ്ടത് എന്താണ്, ആ പോലീസുകാരനെ കൊണ്ട് അവൾക്ക് അച്ഛന്റെ ആ ഒരു കേസിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. രണ്ടാമതായി അവൾക്ക് ഹിയോയുമായി കൂടുതൽ അടുക്കണം. ഹിയോയ്ക്ക് പക്ഷെ ഇപ്പൊ അവളെ പറ്റി മോശം ഇംപ്രഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതും അത്ര എളുപ്പമല്ല. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലും അജിനെ ഹെൽപ്പ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്ന ജുൻസിയോയും കിമ്മും കൂടി ചേർന്ന് ഹിയോയെ പറ്റി കൂടുതലായി അന്വേഷിക്കുന്നു. ഹിയോ മുന്നേ പറഞ്ഞില്ല അവന്റെ ഗ്യാങ്ങിലുള്ള ഒരു പയ്യനെ ചതിച്ചാണ് അവൻ ടോപ്പിലേക്ക് എത്തിയതെന്ന്. അതിന്റെ പേരിൽ ഭയങ്കരമായ ഒരു ഡിപ്രഷൻ അവൻ അനുഭവിക്കുന്നുണ്ട്. ആ ഡിപ്രഷൻ പതിയെ അമിത മദ്യപാനത്തിലേക്ക് പോവുകയും അതിന്റെ പല ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നു. കൂടാതെ അതിന്റെ മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം മുന്നേ അവൻ മരുന്ന് കഴിക്കുന്നൊക്കെ നമ്മൾ കണ്ടതും. എന്തായാലും അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി മാത്രമാണ് ഹിയോയ്ക്കുള്ളത്. മുത്തശ്ശിയായിട്ടാണ് അവൻ ഏറെ ക്ലോസ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന അവർ മുത്തശ്ശിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോൾ മുത്തശ്ശി താമസിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ മുത്തശ്ശി സ്ഥിരമായ ഒരു ആരാധനാലയത്തിൽ പോകുന്നതും മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ അജിനുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അജിനാകട്ടെ ഈ മുത്തശ്ശി താമസിക്കുന്ന അടുത്തുള്ള അജിനാകട്ടെ ഈ മുത്തശ്ശി സ്ഥിരമായി പോകുന്ന ആരാധനാലയത്തിലേക്ക് വളരെ യാദൃശികമായി ചെല്ലുന്ന കണക്ക് പോവുകയും അവിടെ വെച്ച് മുത്തശ്ശിയെ കാണുന്ന ഒരു സീൻ ഉണ്ടാക്കുകയും ഒപ്പം തന്നെ മുത്തശ്ശി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അവിടെ തന്നെ തന്റെ സ്റ്റാഫിനെ താമസിപ്പിച്ച് ആ സ്റ്റാഫിനെ കാണാൻ പോകുന്ന രീതിയിൽ ഒരു സീൻ ഉണ്ടാക്കി അവിടെ വെച്ച് മുത്തശ്ശിയെ കാണുകയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയുടെ കണ്ണിൽ പെടുന്ന കണക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പതി അജിനുമായി ഒരു പരിചയം വരുന്ന മുത്തശ്ശി പ്രത്യേകിച്ച് ഒരേ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കാണുന്നു, താൻ പോകുന്ന അതേ ആരാധനാലയത്തിൽ വെച്ച് കാണുന്നു എന്ന രീതിക്കൊക്കെ അജിനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നുകയും അജിനെ തന്റെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അജിൻ മുത്തശ്ശിയുമായി അടുക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കുന്ന ഹിയോ അവളെ തടയുന്നുണ്ട്. എന്റെ പുറകെ ഇങ്ങനെ വരണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ തന്റെ മുത്തശ്ശിയുമായി അടുക്കാൻ നോക്കുന്നത് താനുമായി അടുക്കാനായിട്ടാണെന്ന് മനസ്സിലാക്കുന്ന അവൻ അതിനെ എതിർക്കുമ്പോൾ ഇങ്ങനെ ഒരു അകലം പാലിച്ച് മനസ്സ് കല്ലാക്കിയൊക്കെ ജീവിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. നീ ഒരു ഭീരുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകളെ അടുപ്പിക്കാതെ അകറ്റാൻ നോക്കുന്നതെന്നൊക്കെ തന്നെ അകറ്റാൻ നോക്കുന്നതിനെ പറ്റിയൊക്കെ അവനോട് ഷൗട്ട് ചെയ്ത് അജിൻ അവിടെ നിന്ന് പോകുമ്പോ അല്ല എന്ത് നിന്റെ പ്ലാൻ, ഈ ഹോയുമായി അടുക്കുന്നതിൽ എന്ത് നീ കാണുന്നതെന്നെല്ലാം ജുൻസിയോ അജിനോട് ചോദിക്കുന്നുണ്ട്. കാരണം അവളെ മാക്സിമം അകറ്റാൻ നോക്കുന്ന ഒരാളുമായിട്ടാണ് അവളിപ്പോ അടുക്കാൻ നോക്കുന്നതല്ലേ. ആ ടീം തന്റെ കരിയറിൽ ഹിയോ തന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, അവന്
ഉപയോഗിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ടോപ്പിലെത്തണം, അതാണ് തന്റെ പ്ലാൻ എന്നെല്ലാം അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഹ്യോയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി മരണപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു സഹോദരിയുടെ ഓർമ്മ ദിവസമാണ് അന്ന് തന്റെ പരിചയക്കാരിയായി മാറിയിട്ടുണ്ടായിരുന്ന അജിനെ മുത്തശ്ശി വീട്ടിലേക്ക് ക്ഷണിച്ചത്. ആ ചടങ്ങിനിടയിലും മുത്തശ്ശി ഇങ്ങനെ അജിനെ സൽക്കരിക്കുന്നൊക്കെ കണ്ടിഷ്ടപ്പെടാതെ ഹിയോ അവളെ ഇറക്കി വിട്ടിരുന്നല്ലോ. മുത്തശ്ശിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ചടങ്ങിന് ശേഷം മുത്തശ്ശിയാകട്ടെ ഇങ്ങനെ ആളുകളെ അകറ്റി നിർത്തരുതെന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിച്ചിരുന്നു. പെട്ടെന്ന് ആകെ ഇമോഷണൽ ആവുന്ന അവനാകട്ടെ ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് പോവുകയും കാറിൽ കയറിയിരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. അജിൻ അപ്പോഴേക്കും അവളുടെ കൂടെയുള്ള കിമ്മിന്റെ ഒക്കെ സഹായത്തില് ഹിയോയുടെ വണ്ടിയിൽ ഒരു രഹസ്യ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി കാറിലിരുന്ന് അവൻ കരയുന്ന കാര്യങ്ങളൊക്കെ അവൾ കണ്ടു മനസ്സിലാക്കുന്നു. അജിനാകട്ടെ അടുത്തതായി ഹിയോ അന്ന് അലർജി വരുന്ന ഫുഡ് മനഃപൂർവ്വം കൊടുത്ത ആ ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ പേര് ജി എന്നാണ്. ജിക്കും ഹിയോയ്ക്കും ഇടയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവൾ നേരിട്ട് ഇടപെട്ടിട്ടല്ലാണ്ട് വളരെ യാദൃശ്ചികമായ ഒരു രീതിയിൽ എന്ന രീതിയിൽ അങ്ങനെ അവിടെ വെച്ച് കണ്ട് സംസാരിക്കുമ്പോൾ ജി പറയുന്നുണ്ട്, ഞാൻ കഴിച്ച ആ ഒരു ഫുഡ് എനിക്ക് അലർജി ആവുമെന്ന്. അതെനിക്ക് കൊണ്ടു തന്ന നിനക്കറിയാവുന്ന കണക്ക് തന്നെ എനിക്കും അറിയായിരുന്നു അത് കഴിക്കുന്ന സമയത്ത് ഇത് കഴിച്ചാൽ എനിക്കെന്ന് പെർഫോം ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് അലർജി വരുമെന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഫുഡ് കഴിച്ചത്. കാരണം എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തുടരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് എങ്ങനെയും മാറണം എന്നതായിരുന്നു എന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് മാറി, ഞാൻ ഇങ്ങനെയായി. എനിക്ക് പകരം അന്ന് ലൈം ലൈറ്റിലെത്തിയ നീ വലിയ സംഭവമായി എന്റെ കരിയർ നശിപ്പിച്ച് നീ മുന്നോട്ട് വന്നു എന്ന രീതിക്കൊന്നും നീ സങ്കടപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം അത് നിന്റെ തെറ്റല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ആ ഒരു വിധി തീരുമാനിച്ചതായിരുന്നു എന്നൊക്കെ തുറന്നു പറയുന്ന ജി. എന്തായാലും ഇനി അങ്ങനെ ഒരു കുറ്റബോധം ഹിയോയ്ക്ക് വേണ്ട. പിന്നെ അജിനാണ് ഇപ്പൊ നമുക്കിടയിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാക്കിയത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിന്റെ ഭാരം അകറ്റാൻ ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന അജിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ജി സംസാരിച്ചപ്പോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി അജിനോട് കൂടുതൽ നന്ദി തോന്നാതെ അജിൻ തന്റെ കാര്യങ്ങളിൽ ഓവറായി ഇടപെടുന്നത് ഇഷ്ടമല്ലെന്ന രീതിക്കായിരുന്നു അപ്പോ ഹിയോയുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ മിറിയുടെ അടുത്തേക്ക് നേരെ ദേഷ്യത്തിൽ ചെല്ലുന്ന ഹിയോ, അജിനുമായിട്ട് എനിക്ക് കൂടുതൽ ഇന്ററാക്ഷൻ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ എങ്ങനെ മാക്സിമം അവളെ എന്റെ അടുത്ത് നകറ്റി നിർത്തണം, എനിക്കതാ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ലെനയുമായിട്ടുള്ള എന്റെ ബ്രേക്കപ്പ് ഒഫീഷ്യലായി പ്രഖ്യാപിക്കാനായി ഞാൻ പലതവണ പറഞ്ഞിട്ടും നിങ്ങൾ അത് ചെയ്തില്ല, എത്രയും പെട്ടെന്ന് അതും കൂടി ചെയ്യണമെന്നും മിറിയോട് പറയുന്നു. കാരണം മിറിയാണല്ലോ അജിന്റെയും ഹിയോയുടെയും ലെനയുടെയും ഒക്കെ തന്നെ കമ്പനിയുടെ സിഇഒ. അപ്പോ ഇവർക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിമ്മും ജുൻസിയോയും കൂടി ചേർന്ന് ആ പോലീസുകാരനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്നതാണ്. ഈ പോലീസുകാരന്റെ മകൾ ചില ലഹരി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയ ഇവർ അത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ പോലീസുകാരൻ ഇനി അജിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയും ഒപ്പം ഇയാളൊരു റിപ്പോർട്ടറിന്റെ കൂടെ ചേർന്ന് അജിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തുവിടാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നല്ലോ. ആ റിപ്പോർട്ടറിനെ വിളിച്ച് അതൊന്നും ചെയ്യേണ്ട, എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനൊന്നുമില്ല, സ്റ്റോറി ഒന്നുമില്ല, വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുന്നു. ഈ റിപ്പോർട്ടർ ആകട്ടെ ലെനയുടെ കസിനാണ്. ലെന ഈ റിപ്പോർട്ടറിനെ അജിനെതിരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ കച്ച കെട്ടി വിട്ടിരിക്കുകയാണെന്നും കൂടി മനസ്സിലാക്കുന്ന ഇവർ ലെനയുടെ കൂടെ നിന്ന് അവൾ അജിനെതിരെ മറ്റെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായി തീരുമാനിക്കുന്നു. ഓൾറെഡി ജുൻസിയോയ്ക്ക് ലെനയുമായി ഒരു കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യാനായി ജുൻസിയോ ആണ് പോകുന്നത്. അപ്പോഴേക്കും മുത്തശ്ശിയാട്ടെ അജിനെ കണ്ട് ഹിയോ അവളോട് വളരെ റൂഡായി പെരുമാറിയതിനൊക്കെ മാപ്പ് പറയുന്നു. അജിനാകട്ടെ കിം അതിന്റെ ഇടയിൽ മുത്തശ്ശിയുടെ ഒരു ഡയറി മോഷ്ടിച്ച് അജിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പേഴ്സണൽ ഡയറി വായിച്ച മുത്തശ്ശിയെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ മുത്തശ്ശിയോട് സംസാരിക്കുകയും അതുവഴി മുത്തശ്ശിയോട് ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാക്കി എടുക്കുന്ന കണക്ക് അവിടെ പെരുമാറാനായി അജിന് സാധിക്കുകയും ചെയ്യുന്നു. കിമ്മിനി അൽക്കുലത്ത് മോഷണവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ അവൻ ആ ഡയറി മോഷ്ടിച്ചു കൊടുത്തത് പോലും പാവം മുത്തശ്ശി അറിഞ്ഞിട്ടില്ല. എന്നാലും അത് വെച്ച് മുത്തശ്ശിയെ നന്നായി ബ്രെയിൻ വാഷ് ചെയ്യാനായി അജിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ അത് പ്രകാരം മുത്തശ്ശി വഴി ഹിയോയിലേക്ക് എത്താനായി അജിന് സാധിക്കുന്നു. അജിനോടുള്ള ഹിയോയുടെ പെരുമാറ്റത്തിന്റെ പേരിൽ മുത്തശ്ശി അവനെ ശകാരിച്ച് സോറി പറയണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് കൊണ്ടാകാം ഹിയോ ഇപ്പോ അജിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡിന്നറിന് കണ്ടുമുട്ടാമെന്ന് പറയുന്നുണ്ട്. ഒരു ക്ഷമാപണം നടത്താൻ വേണ്ടി അജിൻ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷെ നേരിട്ട് ആ ഒരു ഡിന്നറിന്റെ സ്ഥലത്തേക്ക് പോവാതെ ഡിന്നറിന് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞ സമയത്തിലും ഒരുപാട് ലേറ്റ് ആയിട്ട് മാത്രമേ ഹിയോ എത്താവുള്ളൂ. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന ഡ്യൂട്ടി അജിൻ കിമ്മിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ചെയ്യാനായി കിം ഹിയോ അജിനുള്ള റെസ്റ്റോറന്റിലേക്ക് പുറപ്പെടും മുന്നേ ലേറ്റ് ആക്കാൻ വേണ്ടി ഹിയോയുടെ കാറിൽ ഒരു ആക്സിഡന്റ് ചെറുതായി വരുത്തുന്നുണ്ട്. അങ്ങനെ കാർ അപ്പോൾ എടുക്കാൻ പറ്റാതെ പിന്നെ വേറെ ടാക്സി ഒക്കെ വിളിച്ച് കുറെ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ റെസ്റ്റോറന്റിന്റെ അവിടേക്ക് ഹിയോ എത്തുന്നത്. ഹിയോയെ അങ്ങനെ മനഃപൂർവ്വം അജിൻ ലേറ്റ് ആക്കി വരുത്താനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കാണുന്നു. പക്ഷെ ഹിയോയ്ക്ക് അറിയില്ലല്ലോ, അവൻ എത്തുമ്പോഴേക്കും താൻ ഇത്രയും ലേറ്റ് ആയി വന്നിട്ട് അജിൻ തനിക്ക് വേണ്ടി ആ ഒരു തണുപ്പത്തും കാത്തു നിപ്പുണ്ട് എന്ന രീതിക്ക് അവൻ ഭയങ്കര തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുന്നല്ലോ എന്ന രീതിക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ടച്ച് ചെയ്യുന്നുണ്ട് അവനത്. പ്രത്യേകിച്ച് അവളെ തണുപ്പത്തിന്റെ ഇങ്ങനെ നിൽക്കുന്ന എന്താ സ്കാർഫ് ഇടെന്ന് പറഞ്ഞു അവളുടെ സ്കാർഫൊക്കെ അവൾക്കുള്ള തണുപ്പ് പോലും വകവയ്ക്കാതെ ഊരി അവനിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കരമായി അങ്ങ് ഫ്ലാറ്റ് ആയി പോകുന്നവൻ അപ്പൊ തന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഒറ്റ കിസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അജിന്റെ പ്ലാൻ ഇവിടെ സക്സസ് ആയി. ഹിയോ തന്നെ പ്രണയിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ വഴി ഇനി തന്റെ വെച്ചടി കയറ്റത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നുള്ള അവളുടെ പ്ലാൻ ഇവിടെ സക്സസ് ആവുന്നു. അതിന്റെ ആദ്യ പടി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. കാരണം അവളോട് വളരെ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായിരുന്ന അവൻ ഇപ്പൊ അവളെ ഇഷ്ടപ്പെടുന്നു എന്നതാണല്ലോ ആ ഒരു കിസിന്റെ അർത്ഥം. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അജിന് വേണ്ടി തന്നെ ലെനയുടെ അടുത്ത് സ്പൈ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന ജുൻസിയോ ലെനെ അങ്ങനെ കണ്ടുമുട്ടി സംസാരിക്കുമ്പോൾ അവിടെ അജിനെ
പറ്റി ഒരു മോശം കാര്യം കുറച്ചു പേര് സംസാരിക്കുന്നത് ജുൻസിയോ കേൾക്കുന്നുണ്ട്. അജിൻ ഒരു സെലിബ്രിറ്റി ആണല്ലോ, അപ്പൊ സെലിബ്രിറ്റി എന്ന രീതിയിൽ ആളുകൾ ഇങ്ങനെ അജിനെ പറ്റി കൂടിയിരുന്ന് ഡ്രിങ്ക്സ് അടിച്ച് സംസാരിക്കാണ്, കുറച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തായാലും കേട്ടിരിക്കാനായി ജുൻസിയോയ്ക്ക് സാധിച്ചില്ല. അവൻ അവരോട് അതിന്റെ പേരിൽ അടിയുണ്ടാക്കുകയും അവരാകട്ടെ നല്ലായിട്ട് ജുൻസിയോയെ തിരിച്ചു പെരുമാറി അവൻ ഇഞ്ച പരുവാവുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ഭാഗത്ത് അജിൻ ഇപ്പോ ഹിയോയെ കിസ് ചെയ്ത് അവളുടെ പ്ലാൻ സക്സസ് ആയതിന്റെ സന്തോഷത്തില് നെക്സ്റ്റ് ട്രാപ്പ് ആലോചിച്ച് നിൽക്കുന്ന ഈ ഒരു ടീം അജിന് വേണ്ടി അനാവശ്യമായി കണ്ടവന്മാരുടെ തല്ലും കൊണ്ട് ഇഞ്ച പരുവത്തി കിടക്കുന്ന ജുൻസിയോയെയും അവനെ തട്ടി വിളിക്കാനായും എഴുന്നേൽപ്പിക്കാനായും ഒക്കെ ശ്രമിക്കുന്ന ലെനയുമാണ് നമ്മൾ കാണുന്നത്. അജിന് വേണ്ടി വീണ്ടും ജുൻസിയോ ഇവിടെ ബലിയാടാവുകയാണ്. ഇനി അവരിവനെ അടിച്ചു കൊന്നോ അതോ വീണ്ടും അവൻ ജീവിതത്തിലേക്ക് വരുമോ? എന്തായാലും ഇഞ്ച പരുവായി കിടക്കാണ് ജുൻസിയോ അവിടെ തല്ലുകൊണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അത് അവന്റെ ഭാഗ്യം. അത്രേ അടി കൊണ്ട് കിടക്കാണ്, അതും അജിന് വേണ്ടി തന്നെ, ഒരു ആവശ്യമില്ലാണ്ട്. ശേഷം എന്താണ് സംഭവിക്കുകയെന്ന് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് റിലീസ് ആവണം. ഇതുവരെ ഈ 6 എപ്പിസോഡ്സ് റിലീസ് ആയിട്ടുള്ളൂ. ഇനി ഒരു 6 എപ്പിസോഡുകൾ റിലീസ് ആവാനായിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ റിലീസ് ആവൂ. അപ്പോൾ അതുവരെ നമുക്ക് ഈ ചാനലിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് പുതിയൊരു ഡ്രാമ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ ഡ്രാമ നമുക്ക് കാണാം. ഒപ്പം തന്നെ ഈ ഒരു ഡ്രാമയുടെ ബാക്കി എപ്പിസോഡുകൾ റിലീസ് ആവുമ്പോൾ നമുക്ക് അതും ഇടാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡോ കഥയൊക്കെ കണ്ടുമുട്ടും വരെ ബൈ.